Hello, good afternoon. Good afternoon, ma'am. Yes, good afternoon. Okay, start ചെയ്താലോ? നമുക്ക് കുറച്ച് ഭാഗം കൂടി തീർക്കാണ്ട് ഈ നാളെ കൊണ്ട് തീർക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ ക്ലാസ്സസും ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ശരിയല്ലേ? സോളി മാമിന്റെ മാത്രമേ ഉള്ളൂ, അതൊക്കെ കംപ്ലീറ്റ്. സോളി മാമിന്റെ ഒരു 1.5 പേജസ് എങ്ങാണ്ടുള്ളൂ എന്നാ പറഞ്ഞത് ആണല്ലോ. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നാളത്തെ കൊണ്ട് നമ്മൾ ഇന്നും നാളെയുമായിട്ടൊക്കെ തീർക്കും ഏകദേശം. അപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് അതിനുള്ള ടൈം ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനൊക്കെ പറ്റും. അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ എക്സാമിന് വേണ്ടിയിട്ടും സ്റ്റഡി ലീവ് തരുമ്പോൾ അതിനും ഒക്കെ കറക്റ്റ് ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനും അതൊക്കെ ആക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ സോളി മാമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1.5 ക്ലാസ് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു 1.5 പേജസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടീച്ചേഴ്സിനോട് ചോദിക്കും ഏതെങ്കിലുമൊക്കെ ഇനി മിസ്സായിട്ടുണ്ടോ, ചാപ്റ്റേഴ്സ് മിസ്സാവാതെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോടും ചോദിക്കും, നിങ്ങളോടും ചോദിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യമുള്ളത് പറഞ്ഞേക്കാൻ വേണ്ടത്, കാരണം കഴിഞ്ഞ ഒരു ഇന്നലെയല്ല ഇതിന്റെ മുന്നത്തെ ഒരു ക്ലാസ് മാമിന്റേത് എടുത്തപ്പോ എനിക്ക് തോന്നുന്നത് റെക്കോർഡിങ് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. റെക്കോർഡിംഗിൽ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ക്ലാസ് എടുത്തു ടീച്ചർ പക്ഷെ അത് റെക്കോർഡ്സിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല, അവൈലബിൾ ആയിട്ടില്ല. ദാറ്റ് മീൻസ് ആ റെക്കോർഡിംഗിൽ എന്തോ ഫോൾട്ട് വന്നതാണ്. അപ്പൊ മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ആ ഭാഗം അതായത് ആ ക്ലാസ് മിസ്സായി പോയത് ചിലപ്പോൾ ഒന്നുകൂടി ക്യാരി ഓൺ ചെയ്യും, കണ്ടിന്യൂ ചെയ്യുമെന്ന് മനസ്സിലായോ? ഒരു ക്ലാസ് ഏതോ ഒരെണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ നമ്മളുടെ റെക്കോർഡ്സിൽ കിട്ടിയില്ല. റെക്കോർഡ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് ആ ക്ലാസ് അതിന്റെ വരണമല്ലോ, കിട്ടണമല്ലോ അവർക്ക്. അപ്പൊ അതെന്തെങ്കിലും അപ്പൊ ടീച്ചർ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർ അത് കേൾക്കുക, ഒന്നുകൂടി ഒക്കെ കേട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു അറിവുകൾ എത്ര കിട്ടിയാലും അതൊന്നും ഒരിക്കലും അത് എന്താ പറയാ ഒരു കൂടുതലല്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് 1-2 പേരെ കുറച്ച് പേരെ ഇരിക്കാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് കേൾക്കട്ടോ. ഇന്ന് നാളെയൊക്കെ ആയിട്ട് അതുകൂടി തീർക്കും. കാരണം ആരും ഇല്ലാതെ ഒരു ക്ലാസ് നമുക്ക് ഇങ്ങനെ ടീച്ചർക്ക് എടുക്കാൻ പറ്റിയാലേ പറ്റുന്നവർ അതുകൂടി ഒന്ന് കേൾക്കാം. ബിക്കോസ് ആ ഒരു ക്ലാസ് അവിടെ നമുക്ക് റെക്കോർഡ്സിലാണ് കിട്ടാത്തത്. അതുകൊണ്ട് റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവരായിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ സൗകര്യമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ ക്ലാസ് ആ ടൈമിൽ ഒന്ന് ജോയിൻ ചെയ്ത് ശ്രദ്ധിക്കുക. ഓക്കെ, ടീച്ചർ എന്തായാലും ആ ക്ലാസ് എടുത്തു തരും. യെസ്, ദെൻ നമുക്കിനി നമ്മുടെ ക്ലാസ് ബാക്കിയുള്ളത് തീർക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റൈറ്റ്, ശരിയല്ലേ? അവിടെയാണോ പറഞ്ഞു നിർത്തിയത്? ഒന്ന് കൺഫേം ചെയ്തേ വേഗം. ഒന്ന് യെസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ആ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട 3 ആളുകളെ നമ്മൾ പറഞ്ഞു. ഇൻഷുറൻസ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ദാറ്റ് മീൻസ് ദ ഹോസ്പിറ്റൽസ്, പിന്നെ പോളിസി ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുക്കുന്നവര്. ഈ 3 ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ വരെയാണ് നിർത്തിയത്. അടുത്തതും പറഞ്ഞു അല്ലെ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അവരുടെ ഇൻ ഹൗസിൽ കുറച്ച് ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. അതായത് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ്, ലീഗൽ എക്സ്പെർട്സ്, പിന്നെ ഇൻഷുറൻസ് കൺസൾട്ടൻസ്, പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ എക്സ്പെർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്. പിന്നെ നമ്മുടെ പ്രൊഫഷണൽസിന് എപ്പോഴും എന്തായിരിക്കണം, കസ്റ്റമേഴ്സുമായിട്ട് ഒരു എന്താ പറയാ ഒരു ലൈസൻസ്, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. കാരണം ക്ലെയിമിങ് ചോദിക്കുമ്പോൾ ആ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നടപടികളൊക്കെ സ്വീകരിക്കാനും, ഏതെങ്കിലും ഒരു ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമർ ഫോൾസ് ആയിട്ടുള്ള തെറ്റായ രീതിയിൽ ക്ലെയിം ചോദിക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ക്ലെയിമുകൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം അല്ലെ? ആവശ്യമില്ലാത്ത ക്ലെയിമുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
ട്രീറ്റ്മെന്റ് ഏതൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ആരും തന്നെ തെറ്റിദ്ധരിക്കപ്പെടാത്ത രീതിയിൽ അല്ലെ എല്ലാ ക്ലെയിമുകളൊക്കെ നടത്തി കൊടുക്കുക. ഇതിനൊക്കെ ഇവർക്കൊരു ഫീസ് ഉണ്ട്. അത് ഇൻഷുറർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഷുറർ മീൻസ് ദ ഇൻഷുറൻസ് കമ്പനിയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം അത് 5.5% ഓഫ് ദ പ്രീമിയം ആണ് അവർക്ക് ഫീസായിട്ട് കിട്ടുന്നത്. ഇവിടെ വഴിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് എനിക്ക് എന്റെ ക്വസ്റ്റ്യൻ തീർക്കണം. റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ TPA എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ റോൾ എന്താണ്? First of all, there will be a connection with the insurance company and the policy holder. തീർച്ചയായിട്ടും TPA ഇൻഷുറൻസ് കമ്പനി ഇതെല്ലാം കാരണമാണല്ലോ, ഇന്റർമീഡിയറി ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഇന്റർമീഡിയറി ആയിട്ടുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവര് ഇൻഷുറൻസ് കമ്പനിയെയും പോളിസി ഹോൾഡറിനെയും തമ്മിൽ ബന്ധിക്കും. അവരൊക്കെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടർ കൂടിയാണ് TPA. അതുകൊണ്ട് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ഹോസ്പിറ്റൽ ആയിരിക്കാം. ഏത് രീതിയിലാണോ TPA അവരുടെ വേണ്ട കാര്യങ്ങള് ഇൻഫോർമേഷൻസ് ഒക്കെ അവര് പോയി കളക്ട് ചെയ്യും. ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു പോളിസി എടുത്തിരിക്കുകയാണ്, അപ്പൊ TPA നമ്മളെ അറിയിക്കുന്നു. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ ഹോസ്പിറ്റലുമായിട്ടായിരിക്കും അവര് കണക്ട് ചെയ്യുക. പോളിസി നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതുപോലെ തന്നെ ആ ക്ലെയിമിങ്ങിന്റെ കാര്യങ്ങൾ ഒക്കെ അവർക്ക് അറിയണം. ഫോർ ദിസ് പർപ്പസ് അതിന് വേണ്ടിയിട്ട് ഓരോ പോളിസി ഹോൾഡേഴ്സിനും ദ TPA വിൽ പ്രൊവൈഡ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വിത്ത് ID കാർഡ്. ഒരു ID കാർഡ് ഉൾപ്പെടെ ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാകും ഇവർക്ക്. ഇപ്പൊ ഞാൻ ആരാണെന്നും TPA നമ്മൾ എന്റെ പോളിസിയുടെ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ അറിയിച്ചേക്കാണ്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും അവർ ചെയ്തു തരും. അപ്പൊ ഞാൻ എന്ന് പറയുന്ന കസ്റ്റമറെ അവർക്ക് അറിയണം അല്ലെ, ഐഡന്റിഫൈ ചെയ്യണം. അതിനൊരു യൂണിക് നമ്പർ, ഒരു നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, ID നമ്പർ, ഒരു ID കാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇത് വിൽ ഹെൽപ്പ് ദം ടു ക്ലെയിം സെറ്റിൽമെന്റ്. ക്ലെയിം സെറ്റിൽമെന്റിന് TPA സഹായിക്കുന്നത് ഈ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു കാർഡായിരിക്കും. അതാണ് ഇവർ ചെയ്യുക. ഈ കാർഡ് വെച്ചിട്ടാണ് TPAs എന്ത് ചെയ്യുന്നത്, ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ക്യാരി ഓൺ ചെയ്യുന്നത്. മനസ്സിലായോ ഒന്നാമത്തെ പോയിന്റ്? TPA എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ റോൾ എന്നാണ് ചോദിക്കണേ. ഇവര് ഇൻഷുററിനെയും പോളിസി ഹോൾഡറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പോളിസി ഹോൾഡറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് TPA ഒരു യൂണിക് നമ്പർ ഉൾപ്പെടുന്ന ID കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ID കാർഡാണ് ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്, TPA ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യ് പ്ലീസ്. ലാസ്റ്റ് ക്ലാസ് ആയിട്ടൊന്നും കേൾക്കണല്ലോ, കാണുന്നില്ലല്ലോ. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പുറത്താണ് മക്കളെ. എനിക്ക് തമ്പ് കാണാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പുറത്താരില്ല. ഓക്കെ, സെക്കൻഡ് ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന TPA ആരൊക്കെയാണോ അവരുടെ ക്ലെയിമുകൾക്ക് വേണ്ടിയിട്ട് സമീപിച്ചിരിക്കുന്നത്, ഓൾ ദീസ് ക്ലയൻസിന്റെ ഈ കസ്റ്റമേഴ്സിന്റെ ഒരു റെക്കോർഡ് ഹാവ് ടു മെയിൻറ്റെയിൻ. ആരൊക്കെയാണ് തങ്ങൾക്ക് ഇങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലെയിമുകളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി, ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പോളിസി ഹോൾഡേഴ്സ് നമ്മളെ സമീപിച്ചിട്ടുണ്ടോ, ഫോർ ദാറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും TPA എന്താ പറയാ സമീപിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൾ ചെയ്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടാകുക. ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്, അത് ചെയ്തു തരണം എന്ന് TPA പറയാണ്. സോ ആ TPAക്ക് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു റെക്കോർഡ്, അവരുടെ പേരും ഐഡന്റിഫിക്കേഷൻ നമ്പറും ID-യുടെ കാര്യങ്ങളും ഒക്കെ നെസസറി ആയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം ഇവർ കീപ്പ് ചെയ്യണം. സോ ഇത് വിൽ ഹെൽപ്പ് ദം അവരുടെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതൊക്കെ ക്ലെയിമൊക്കെ സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന റെക്കോർഡ്സ് അവരെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും. റെക്കോർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നതും ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? ആരുടെയൊക്കെയാണോ പോളിസികള് ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കണ്ടേ അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? തേർഡ് വൺ. ഓക്കെ, അഞ്ചര ഒന്ന് S ഒന്ന് ഇട്ടുകൊള്ളുക. ഇപ്പുറത്തെ ആരെങ്കിലും, അപ്പുറത്തെ കുട്ടികൾ ആരൊക്കെയോ തമ്മിടുണ്ട്, പക്ഷെ ഈ ഒരു നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്കത് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ നെറ്റിന്റെ ഒക്കെ ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താനാണ് നിങ്ങളോട് yes or no ഒക്കെ ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇനി അവരുടെ ഡ്യൂട്ടി എന്താ? ഇറ്റ് ഈസ് ടു സെറ്റിൽ ദ ക്ലെയിം. അവരുടെ ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എന്താ പറയാ കസ്റ്റമേഴ്സ് തങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ലെയിം വേണം, ഇന്നതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്യാഷ്ലെസ് ക്ലെയിമുകൾ എന്ന് വെച്ചാൽ കാശായിട്ടല്ലാതെയുള്ള മെഡിക്ലെയിമുകളൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ TPA പ്രൊവൈഡ്സ് എ ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ TPA എന്ത് ചെയ്യുന്നു? ഈ കസ്റ്റമേഴ്സിന് അവരുടെ കേസസ് ഒക്കെ ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലെയിം
സെറ്റിൽമെന്റിൽ ഫുൾ സപ്പോർട്ടാണ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഷുറൻസ് ഹോൾഡേഴ്സിന്, അതായത് പോളിസി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് TPA കൊടുക്കുന്നത്. അപ്പൊ അവരുടെ സപ്പോർട്ട് എങ്ങനെയുള്ളതാണ്? ഒരു ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. ദാറ്റ് മീൻസ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. അവര് തങ്ങളെ സമീപിക്കുന്നത് മുതൽ, ഇപ്പൊ ഞാൻ എന്റെ ഇൻഷുറൻസ് ക്ലെയിം നടത്തി തരണമെന്ന് പറഞ്ഞിട്ട് TPA സമീപിക്കുമ്പോൾ ഞാൻ ആ സമീപിച്ച സമയം മുതൽ till my claim is settled, എന്റെ ക്ലെയിം എപ്പോ സെറ്റിൽ ചെയ്ത് തന്നോ അവിടെ വരെ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇടയ്ക്ക് വെച്ചിട്ട് പോയില്ല എന്നർത്ഥം. മനസ്സിലായോ? സോ ദ തേർഡ് ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോൾ എന്ന് പറയാം നമുക്ക് TPAയുടെ ഏതാണ്? ക്ലെയിം സെറ്റിൽമെന്റ് ആണ്. പിന്നെ ഈ ക്ലെയിം സെറ്റിൽമെന്റ് ഈസ് ഗിവൺ ഫുൾ ടൈം സപ്പോർട്ട് ആണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് അവരെ സമീപിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് അവർ ക്ലെയിംസ്, they will provide 24/7 സപ്പോർട്ട് ആണ്. 24/7 എന്ന് വെച്ചാൽ എന്താ? 24 മണിക്കൂറും 7 ദിവസവും. 7 ദിവസം എന്ന് പറഞ്ഞാൽ 7 ദിവസം പിന്നെ വീക്കാണ് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ ഒറ്റ സമയം ഇടതടവില്ലാതെ എപ്പം വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകളാണ് TPA എന്ന് പറയുന്നത്. പോളിസി ഹോൾഡേഴ്സിനെ അവരുടെ എൻക്വയറീസിൽ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ്, അവരുടെ ഫീഡ്ബാക്കുകൾ എല്ലാം കിട്ടാനായിട്ട് ഏത് നിമിഷവും നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സോ ദേ വിൽ പ്രൊവൈഡ് 24/7 സപ്പോർട്ട് എന്ന് പറയാം. അപ്പൊ TPA 24/7 സമയത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ എൻക്വയറീസിന് റിപ്ലൈ കിട്ടും നമുക്ക്. ഓക്കെ, എവറിഥിങ്. അതുകൊണ്ടാണ് ഫുൾ ടൈം സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? TPA കൊടുക്കുന്നുണ്ട്. അപ്പൊ TPAയുടെ റോൾസ് ആണ് നമ്മൾ പറയുന്നത്. And the last one, they also provide some additional services. ഇനി ചില എക്സ്ട്രാ സർവീസസും TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ളത്? മെഡിക്കൽ സാധനങ്ങൾ, മെഡിക്കൽ സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ചെറിയ ചെറിയ സപ്ലൈസ് കൊടുക്കുക, ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ചില എക്സ്ട്രാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില എന്താ പറയാ സർവീസസ് ഓൾസോ പ്രൊവൈഡഡ് ബൈ TPA. ബട്ട് TPAയുടെ റോള് ഇൻഷുറൻസിൽ, ഹെൽത്ത് ഇൻഷുറൻസിൽ TPAന്റെ റോളുകളാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ. ഒന്നാമത്തേത് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡറെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടർ ആണ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു റോൾ ഉണ്ട്. രണ്ടാമത്തേത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. പോളിസി ഹോൾഡേഴ്സിന്റെ ഒക്കെ ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ അവരുടേതായ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലെയിം സെറ്റിൽമെന്റ്, അച്ചീവിംഗ് ടൈം, ഫുൾ സപ്പോർട്ട്, ബാക്ക് എൻഡ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് വരെയുള്ള സപ്പോർട്ട് TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ഫുൾ ടൈം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24/7 സപ്പോർട്ട് TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, അഡീഷണൽ സർവീസസ് ലൈക്ക് മെഡിക്കൽ സപ്ലൈസ്, ആംബുലൻസ് സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ടു ദ പോളിസി ഹോൾഡേഴ്സ് ബൈ ദ TPA. മനസ്സിലായോ? 5 പോയിന്റിന്റെ മെയിൻ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്തോട്ടാ. മെയിൻ സാധനം ഫുള്ള് വേണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഒന്ന് അണ്ടർലൈൻ ചെയ്യോ വേഗം? കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ, റെക്കോർഡ് മെയിൻ്റനൻസ്, ക്ലെയിം സെറ്റിൽമെന്റ്, ഫുൾ ടൈം സപ്പോർട്ട്, അഡീഷണൽ സർവീസസ്. ഇനി എക്സ്ട്രാ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. അതില് ഒന്ന്, ഫുൾ ടൈം സപ്പോർട്ടില് മോസ്റ്റ് ഓഫ് ദ TPAs ഹാവ് എ 24/7 കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ളത്. 24/7 ആ ഒരു സെന്റൻസ് ടു ദ പോളിസി ഹോൾഡേഴ്സ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അഡീഷണൽ സർവീസസ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസും അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. Then ഫസ്റ്റ് പോയിന്റിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം കൂടി, ആ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ യൂണിക്. TPA പ്രൊവൈഡ്സ് ദ പോളിസി ഹോൾഡർ വിത്ത് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ID കാർഡ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇത് ഇവിടെ വരെ ചെയ്തോ? അത്രേ ഉള്ളൂ. 5 പോയിന്റുകളുടെ മെയിൻ പോയിന്റുകൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ 3 എക്സ്ട്രാ പോയിന്റുകൾ, സെന്റൻസുകൾ ഞാൻ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അതിലൊന്ന്, ഒന്നാമത്തെ പോയിന്റില് എന്താ പറയാ ഐഡന്റിഫിക്കേഷൻ കാർഡ് അല്ലെങ്കിൽ യൂണിക് നമ്പർ എന്നൊക്കെ പറഞ്ഞ സാധനം അത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്തിലായിരുന്നു? 24/7 സപ്പോർട്ട് കൊടുക്കുന്ന കാര്യം. ലാസ്റ്റത്തേത് ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റിംഗ് കമ്പനീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ? പേരുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. യുണൈറ്റഡ് ഹെൽത്ത് കെയർ ഹരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ ഈസ്റ്റ് അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA,
Services Private Limited, Paramount Health Services and Insurance TPA Private Limited, E-Mevi Tech TPA Services Limited, Heritage Health TPA Private Limited, Focus Health Services TPA Private Limited and Medicare TPA Services Private Limited. ഇതിന്റെ പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം കുറച്ച് മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലുള്ളത് കുറച്ച് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ TPAയുടെ കാര്യം പറഞ്ഞു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ, നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് പ്ലാനുകൾ, അതിന്റെ പേരുകൾ നമ്മൾ ഇടയ്ക്ക് കണ്ടതാണ്. ഇതൊക്കെ തമ്മിൽ കൂട്ടിക്കുവച്ചിട്ട് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് TPA അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ വരിക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മേജർ ഇൻഷുറൻസ് കമ്പനിയുടെ പേരുകളൊക്കെ ഇടും. ക്ലിയർ ആയോ പറഞ്ഞത്? ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള രീതി മനസ്സിലായോ? ഇനി മോക്ക് ടെസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, now let's see how a claim is processed. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ ലാസ്റ്റ് ഭാഗമാണ്. എങ്ങനെയാണ് ഒരു ക്ലെയിം പ്രോസസ്സിംഗ് നടക്കുന്നത്? അതായത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, എന്നിലേക്ക് ആ ക്ലെയിം എങ്ങനെ വരും? ക്ലെയിം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇറ്റ്സ് എ റിക്വസ്റ്റ് from the part of the insured to the insurance company. ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ഒരു അഭ്യർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്. എന്റെ കാശ് തരണേ, ഞാൻ എന്തെങ്കിലും ആശുപത്രിയിലാണ്, എനിക്ക് ട്രീറ്റ്മെന്റ് നടത്തി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വെക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു ക്ലെയിം എന്നിലേക്ക് എത്തുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ക്ലെയിമിന്റെ ബെനിഫിറ്റ് എനിക്ക് എങ്ങനെ നേടാൻ സാധിക്കും, അതിന്റെ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ തന്നെ ആ ഒരു ഫ്രീക്വൻസിയിലാണ് വരുന്നത്. ആ ഒരു സീക്വൻസിൽ തന്നെയാണ്, ആ ഓർഡറിൽ തന്നെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ when happening of an event or an incident, എന്തെങ്കിലും സംഭവിച്ചു, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു, ആക്സിഡന്റ്, അത്തരം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടാകുകയും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഇൻഫോർം ടു ദ ഇൻഷുറൻസ് കമ്പനി. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളാണെങ്കിൽ ഞാനത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രോബബ്ലി എന്ത് വിളിക്കുക? ക്ലെയിം എന്ന് വിളിക്കുക. അതവിടെ പറഞ്ഞിട്ടുണ്ട്, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ക്ലെയിം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആദ്യത്തെ കാര്യം അതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണല്ലോ? ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ പർട്ടിക്കുലർ അൺഫോർച്ചുനേറ്റ് ഇവന്റ്. അപ്പൊ സുഖകരമായ കാര്യമല്ലല്ലോ നമുക്ക് അസുഖം വരുന്നതും എന്തെങ്കിലും ആക്സിഡന്റ് വരുന്നതും. അത് ഭാഗ്യമാണോ? അല്ല, നിർഭാഗ്യകരമായ അത്തരം ഇവന്റ് ഉണ്ടാകുമ്പോൾ അത് ആരെ അറിയിക്കുക? ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ക്ലെയിം. അതിനെ നമ്മൾ ക്ലെയിം എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞ് അപ്പൊ ക്ലെയിം നമ്മൾ അറിയിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക? ഫയലിംഗ് എ ക്ലെയിം. ഈ ക്ലെയിം നമ്മൾ എങ്ങനെ അറിയിക്കുക? It should be informed to the insurer through the website or branch office. അത് നമുക്ക് വേണമെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് അവരുടെ സൈറ്റ് ഒക്കെ അവിടെ ഇപ്പൊ എന്ത് ഫോം കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു സൈറ്റ് ഉണ്ടാവും. ആ സൈറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്കത് ഗൂഗിൾ സെർച്ച് നോക്കി സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അതിനകത്ത് ഫോം ഉണ്ടായിരിക്കും. ആ ഫോം അതിനകത്ത് കയറി ഫിൽ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നേരെ കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മളുടെ ഇൻഷുറൻസ് ഉള്ളത് അതിന്റെ ബ്രാഞ്ച് ഓഫീസ് നിയറസ്റ്റ് പ്ലേസിലുണ്ടെങ്കിൽ അവിടുത്തെ ഓഫീസിൽ ചെല്ലാം. ഇങ്ങനെയാണ് അത്. വയനാട് അത് പറ്റില്ല എന്ന് നമുക്കറിയാം, ഒബിയസ്ലി അറിയാം. പക്ഷെ അതിനുമായി ബന്ധപ്പെട്ട ആൾക്കാരാരെങ്കിലും ബ്രാഞ്ച് ഓഫീസിലേക്ക് ചെല്ലുക. ഓക്കെ, ഫില്ലിംഗ് എ ക്ലെയിം ഫയലിംഗ് എ ക്ലെയിം ഇൻവോൾവ്സ് ഫില്ലിംഗ് ഓഫ് ദ ഫോംസ് ആണ്. ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ഇൻഷുറർക്ക് കൊടുക്കുക, ഐദർ ത്രൂ വെബ്സൈറ്റ് ഓർ ത്രൂ ബ്രാഞ്ച് ഓഫീസ്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? വേഗം പറയണട്ടാ. അടുത്തത്, ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ there could be some documents which have to be supported to clear, to ensure the authenticity of the claim. നമ്മൾ ആ ക്ലെയിം നടത്തുന്നതിൽ അതിൻ്റെതായ ആധികാരികത അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യത അല്ലെങ്കിൽ അത് കൃത്യമാണ്, ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ചില ഡോക്യുമെന്റുകൾ ഉണ്ടായിരിക്കും. അതുകൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടി ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സൈറ്റിൽ കൂടി അങ്ങ് കൊടുക്കണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ നമ്മൾ അതിനോടൊപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അല്ല നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ക്ലെയിമിന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ അതിനൊക്കെ നമ്മളുടെ ആ ഡോക്യുമെന്റ് കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി വല്ലാത്ത എന്തെങ്കിലും രോഗമാണ്, അപ്പൊ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയതിന്റെ തെളിവുകൾ, ഇത്രയൊക്കെ രൂപകൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ചെലവാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വല്ല ഡോക്യുമെന്റ് ആയിരിക്കാം, അതും കൊണ്ടുപോകുക. അതല്ല നമ്മൾ വെബ്സൈറ്റിൽ ത്രൂ ആണെങ്കിൽ അത് അതിനകത്ത് കൂടി സ്കാൻ ചെയ്ത് കയറ്റുക. മനസ്സിലായോ? ഇപ്പൊ ആക്സിഡന്റ് നടക്കും. ആക്സിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് സ്ഥലത്ത് നമുക്കുണ്ടായ അതേ പൊസിഷനിലല്ല, ചിലപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഫോട്ടോസ് ഒക്കെ പിക്സ് ഒക്കെ എടുത്തിട്ട് അത് ഡൗൺലോഡ് എന്താ പറയാ അപ്ലോഡ് ചെയ്യണം. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ അപ്പൊ ചിലപ്പോൾ അതിന്റെ ആ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം ഡോക്യുമെന്റുകൾ ഇതിനെ
കൃത്യതയ്ക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി തെളിവുണ്ടെങ്കിൽ അതുകൂടി അതിന്റെ കൂടെ ഒപ്പം കൊടുക്കണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. അത് വെബ്സൈറ്റിൽ കൂടി ആണെങ്കിലും അതുപോലെ ബ്രാഞ്ച് ഓഫീസിലാണെങ്കിലും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തേത് നമ്മൾ ക്ലെയിമിനെ ആവശ്യപ്പെടുന്നു. ക്ലെയിം ചെയ്യുന്നത് വെബ്സൈറ്റിൽ കൂടിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ ചെന്നിട്ടാണ്. ആ ക്ലെയിമിന്റെ ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഓതന്റിസിറ്റി, അതിന്റെ കൃത്യത, അക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടി ഡോക്യുമെന്റ്സ് കൂടി അതിനൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ? മനസ്സിലായല്ലോ? യെസ്. അതിനുശേഷം എന്താണ്? അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി? അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഇൻഷുറൻസ് പ്രൊവൈഡർ അത് ഒക്കെ നോക്കും, ആ ക്ലെയിം ഒക്കെ നോക്കും, മറിച്ച് നോക്കും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അതിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി അതൊക്കെ അതിന്റെ വാലിഡിറ്റി ഒക്കെ പരിശോധിക്കും. അതാണ് അടുത്ത പോയിന്റ്. ഇനി ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഓൾ ദ കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. നമ്മൾ അവർക്ക് ഉള്ള വ്യവസ്ഥകളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. പോളിസിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ പോളിസിയുടെ വ്യവസ്ഥ ഒക്കെ വെച്ചിട്ട് ഇൻഷുറർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കും, ഒത്തു നോക്കും. ആൻഡ് ഒത്തു നോക്കുമ്പോൾ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ ഇൻഷുറൻസിന്റെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അപ്രൂവൽ ചെയ്യും. എന്ത് ചെയ്യും? ഓക്കെ, ക്ലെയിം ഓക്കെ ആണ് എന്നുള്ള കാര്യം സമ്മതിക്കും അവര്. അപ്രൂവ്സ് ദ ക്ലെയിം. അതാണ് അടുത്ത പോയിന്റ്. ഇനി അപ്രൂവൽ നടത്തി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പേ ദ ബെനിഫിറ്റ്സ് ടു ദ ഇൻഷുർഡ്. അത്ര കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ക്ലെയിം എന്ത് ചെയ്യുന്നു? സക്സസ് ആണ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ് ഒക്കെ എന്തൊക്കെയാണോ അത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറർക്ക് കൊടുത്തിരിക്കണം. അപ്പൊ ഇൻഷുറൻസ് നേരിട്ട് കൊടുക്കാം. ചില കേസസിൽ അതിന്റെ ബെനിഫിഷ്യറി ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ കൊടുക്കുന്നത് നേരിട്ട് ആൾക്ക് തന്നെ ആയിരിക്കണമെന്നില്ല. അതിന്റെ ബെനിഫിഷ്യറി ആരാണോ, അതിന്റെ അവകാശികൾ ഉണ്ടാവുമല്ലോ, അവർക്കാണോ ആർക്കാണോ എന്ന് വെച്ചാൽ അത് അവിടെ പേ ഔട്ട് നടത്തുക. പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലംസം എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരാൾക്ക് ആ ക്ലെയിം ആയിട്ട് അങ്ങോട്ട് എമൗണ്ട് അങ്ങോട്ട് കൊടുക്കുക. അതിനെയാണ് പേ ഔട്ട് എന്ന് വിളിക്കുക. സാധാരണ പൈസ അടച്ചു തീർക്കുക എന്നാണ്. അപ്പൊ ക്ലെയിമിലെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അടുത്ത പ്രൊസീജിയർ പേയ്മെന്റ് നടത്തുകയാണ്. ബെനിഫിറ്റ് ആ ഇൻഷുറൻസ് ഹോൾഡർക്ക് കൊടുക്കലാണ്. ആ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം എന്ത് ചെയ്യുന്നു? ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ബെനിഫിഷ്യറിക്ക് ആയിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ ആള് മരിച്ചുപോയി, അപ്പൊ എന്ത് ചെയ്യുന്നു? അതിന്റെ അവകാശി ആരണോ ആളുടെ അക്കൗണ്ടിലേക്കോ ആൾക്കോ ആയിരിക്കും ആ എമൗണ്ട് പേ ഔട്ട് ചെയ്യാം. ഓക്കെ, അത് കിട്ടുന്നു. ഇനി ഇൻഷുറൻസ് കമ്പനി അങ്ങനെ വരുമ്പോൾ ചിലപ്പോ എന്താ പറയാ ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് റെഗുലർ പേയ്മെന്റ് ആയിട്ട് ഇത്ര രൂപ വീതമായിരിക്കും. സോ ഇത് ഓൾ ദിസ് വിൽ ബി അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ പോളിസി. പോളിസിയുടെ ടേംസ് എന്താണോ പറഞ്ഞേക്കാൻ ആ രീതിയിലായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ഒറ്റ തവണയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് പോലെ, അതായത് റെഗുലർ ആയിട്ടുള്ള കുറച്ച് ഇന്റർവെൽസ് ആയിട്ട് റെഗുലർ പേയ്മെന്റ് പോലെ ഇത്ര രൂപ വീതമായിട്ട് ആയിരിക്കും കൊടുക്കുക. ഇതൊക്കെ അതിന്റെ കണ്ടീഷൻ പോലെയാണ് കൊടുക്കുക കേട്ടോ. തോന്നിയ പോലെയല്ല, അതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ രീതിയിലായിരിക്കും കൊടുക്കുക. ദെൻ ഇനി ചിലപ്പോ നമുക്കറിയാം ഈ ഇൻഷുറൻസ് കമ്പനി അവര് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഇൻഷുർഡ് സം ഉണ്ടാകുമല്ലോ. നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഇത്ര രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ എന്നൊക്കെ പറയാം. അതൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാം പോളിസി അക്കോർഡിംഗ് ടു ദ പോളിസി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം ഓൾസോ വേരീസ്. എടുക്കുന്ന പോളിസി എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സം വർഷങ്ങളും വേരി ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ ക്ലെയിം സെറ്റിൽമെന്റ് വിതിൻ ഫ്യൂ ഡേയ്സ് തന്നെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യാനാണ് ഇൻഷുറൻസ് കമ്പനിയും പ്രൊവൈഡ് എന്താ പറയാ ചെയ്യേണ്ടത്. കാരണം ഇഫ് ദേ മേക്ക് സം ഡിലേ, അവര് ഡിലേ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? ആ ഇൻഷുറൻസിനോടുള്ള ട്രസ്റ്റ് വർത്തിനെസ് ഒക്കെ ആളുകളുടെ കുറയും. ഞാനും വിചാരിക്കുകയാണ്, ഞാൻ ഇൻഷുറൻസ് എടുത്തു, ക്ലെയിം ചോദിച്ചു, 2 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ആ ഡിലേ വരുമ്പോ ഇൻഷുറൻസിനോടുള്ള ഇൻഷുറൻസിന്റെ ആ ഒരു വിശ്വാസം ഉണ്ടല്ല, അത് കുറഞ്ഞു പോകും. അപ്പൊ അവര് പിന്നെയും വേറെ ആൾക്കാർ എന്താ പറയാ ചില സെയിം ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോ നമ്മളൊന്ന് പതുക്കുന്ന ഒരു നെഗറ്റീവ് പോയിന്റ് ഇട്ട് കൊടുക്കും. അത് വേണ്ട, അവിടെ ഞങ്ങൾ ഒരുപാട് നേരെ പിന്നാലെ നടക്കേണ്ടി വന്നു, ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ടായി, ഭയങ്കര ലാഗാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് റിമാർക്കുകൾ അത്തരം ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ ക്ലെയിം ഷുഡ് ബി സെറ്റിൽഡ് ആസ് ഏർലി ആസ് പോസിബിൾ. ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെയായിരിക്കും ഇൻഷുറർ ക്ലെയിമുകളെല്ലാം സെറ്റിൽ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ അതിന് മനസ്സിലായോ? Clear? Yes. Then, whatever it may be, nevertheless, it should reveal all the details about your health. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം. എടുക്കുന്ന സമയത്ത് തന്നെ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചോളാം. ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി നമ്മൾ വായിച്ചിരിക്കണം. മാത്രമല്ല, we have to disclose everything frankly.
അബൌട്ട് അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ ഒളിച്ചൊന്നും വെക്കാൻ പാടില്ല. കൃത്യമായ ഡീറ്റെയിൽസ് നമ്മൾ ഇൻഷുറർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അതുപോലെ ഇൻഷുററും എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞ കാര്യത്തിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പരമാവധി ഇൻഷുററും ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കണം. അല്ലാണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോളിസി എടുപ്പിക്കുക അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നീട് അവസാനം വരുമ്പോ എന്ത് ചെയ്യാം, അയ്യോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കിടന്ന് പരാതികൾ കൂട്ടുക, അതുപോലെ ഇൻഷുറൻസ് കമ്പനി അത് ശരിക്കും സമ്മതിക്കാതിരിക്കുക, അങ്ങനെയുള്ള ചില ഡിസ്പ്യൂട്ട്സിലേക്കൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നു, എനിക്ക് ഇങ്ങനെ രോഗമുണ്ട് പക്ഷെ അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പോളിസി എടുക്കുന്നു, പിന്നീട് ഇൻഷുറർ അത് അറിയുന്നു, ആ ഇടയ്ക്ക് അയ്യോ നിങ്ങൾക്ക് പോളിസി എടുക്കുന്ന സമയത്ത് ആ രോഗം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇൻഷുറർ ക്യാൻ ക്യാൻസൽ ദ പോളിസി. പോളിസി ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഇൻഷുറർക്ക് ഉണ്ട്, ഇൻഷുറൻസ് പോളിസി തരുന്ന ആൾക്കുണ്ട്. ഓക്കെ, അപ്പൊ പരമാവധി നമ്മുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് റിവീൽ ചെയ്തിട്ടുണ്ടാകുക. ഇൻഷുററും അതുപോലെ തന്നെ ഇൻഷുററിനോട് എന്ത് ചെയ്യുക, പോളിസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ പലതരത്തിലുള്ള പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലെയിംസ് ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട്. മനസ്സിലായോ? ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടി പി യുടെ എന്താ പറയാ, ഒരു ടി പി അല്ല, നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുന്ന ആ സ്റ്റെപ്സ് കേട്ടോ. അപ്പൊ ആ ക്ലെയിമിംഗ് പ്രോസസ് ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് നടക്കുന്നത്. ആ ഓർഡറിൽ തന്നെ ആദ്യം നമ്മൾ ക്ലെയിം ചെയ്യണം, ഇൻസിഡന്റ് അവരെ അറിയിക്കുന്നു. ആ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് വഴിയായിരിക്കും. അത് കഴിയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് എവിഡൻസിന് വേണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലെ ബില്ലുകളായിരിക്കാം മറ്റൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ വാലിഡിറ്റി മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഇൻഷുറർ എല്ലാം കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നതൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ക്ലെയിമിന് വേണ്ടി നമുക്ക് അപ്രൂവൽ കിട്ടും. അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അതിന്റെ ബെനിഫിറ്റ് ഇൻഷുററിന് കൊടുക്കുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പേ ഔട്ട് എന്ന് വിളിക്കും. പിന്നെ ഒരു ലംസം എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ചില പേയ്മെന്റുകളായിട്ടോ വേണമെങ്കിൽ പോളിസിയുടെ ടേംസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഷുറർ എത്രയും പെട്ടെന്ന് തന്നെ ക്ലെയിമുകളെല്ലാം സെറ്റിൽ ചെയ്യണം വിത്തൗട്ട് എനി ഡിലേ. ഡിലേ വന്നു കഴിയുമ്പോൾ ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ദ ഇൻഷുറർ തന്നെയായിരിക്കും ഇല്ലാണ്ടാകുക. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് ഹെൽത്തിനെ സംബന്ധിക്കുന്നത് റിവീൽ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആ ഓർഡറിൽ വരിക. മനസ്സിലായല്ലോ? സിമ്പിൾ കാര്യങ്ങളാണ് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആർക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. Okay, and the next one and the last one അല്ല, ഒരു വേറെ കുറച്ച് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറുടെ ചില റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചാർട്ട് കാണിക്കുന്നത് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ക്ലെയിമിംഗ് പ്രോസസ് ചാർട്ട് മുഖേന തന്നേക്കുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ്. ഫ്ലോ ചാർട്ട് ഒക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ. ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ കുറയുന്നതിനേക്കാൾ ഒറ്റ ഇതിൽ ഇതുപോലെ ചാർട്ടുകളാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്നായിരിക്കും ചിലർ വിചാരിക്കണേ. ഞാൻ പറയുമ്പോൾ വേഗം മനസ്സിലാവും. നോക്കിക്കോ. ഒന്നാമത്തേത് മഞ്ഞ ഷർട്ടിലാണ് കണ്ടോ ഏറ്റവും കൂടുതൽ. ദാറ്റ് മീൻസ് ദേ ആർ ദ ഇൻഷുർഡ് കസ്റ്റമർ ആണ്. ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. മനസ്സിലായി? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? കസ്റ്റമർ അപ്രോച്ചസ് ദ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഒരു രോഗിയായിട്ട് പോളിസി എടുത്തിരിക്കുന്ന ഒരാൾ, ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരു കസ്റ്റമർ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, ഹോസ്പിറ്റലിനെ സമീപിക്കുന്നു, ട്രീറ്റ്മെന്റിന് വേണ്ടി സമീപിക്കുന്നു. അതായത് കാശില്ലാതെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. കാശില്ലാതെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ ഓടിച്ചു നിന്നിട്ട് കാശൊന്നുമില്ല, എന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ പറഞ്ഞ് നടക്കോ? ഇല്ല. കാശ് ഒന്നുകിൽ ഞാൻ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളായിരിക്കണം. ഓക്കെ, ആ ധൈര്യത്തിലാണ് പുള്ളി പോയേക്കണേ. എന്ത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി കസ്റ്റമർ ബജാജ് അലയൻസിന്റെ ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പൊ എത്തിയേക്കാണ്. അപ്പൊ എത്തിക്കഴിയുമ്പോ ഹോസ്പിറ്റല് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലാണിത്. ഹോസ്പിറ്റല് വെരിഫൈ ചെയ്യുന്നു കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ. അതുപോലെ തന്നെ അതിനകത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഇത് ഫാക്ട് ആയിട്ട് കമ്പനിക്ക് അയക്കും. ഏത് കമ്പനിക്ക് അയക്കണം? ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് എടുത്തേക്കണേ അവർക്ക് അയക്കണ്ടേ, വേറെ കമ്പനിക്കല്ല കേട്ടോ. അപ്പൊ ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അത് ഫാക്സ് ചെയ്ത് ഇന്ന ആള് നിങ്ങളുടെ ഒരു കസ്റ്റമർ ആണ്, ഇവിടെ രോഗിയായിട്ട് അഡ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള വിവരം ബജാജ് അലയൻസിനെ അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു? Verifies pre-organized details with the policy benefits and sends response to the hospital. അത് വെരിഫൈ ചെയ്യുന്നു. ആ വെരിഫൈ ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ നോക്കും. പറഞ്ഞേക്കണ ആള് ശരിയാണല്ലോ, ഇയാൾ നമ്മുടെ കസ്റ്റമർ ആണ്, ഓക്കെ, ഇയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇയാൾക്ക് ഈ രോഗത്തിന് ചികിത്സിക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് അറിയിക്കുന്നു. ദാറ്റ് റെസ്പോൺസ് മേ ബി ഇൻ ദ ഫോം ഓഫ്
3 times. 3 രീതിയിലുള്ള റെസ്പോൺസ് ആണ് നമ്മുടെ ബജാജ് അലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം ഒരുമിച്ച് വരുന്നില്ല, ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഒന്നെങ്കിൽ പ്രോസസിംഗ് ഓർ എന്താ പറയാ റെസ്പോൺസ് മേ ബി പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താ, പച്ച ഒരു അപ്രൂവ്ഡ് എഴുതി ഒരു ടിക്കറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? ചാർട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഓക്കെ, അപ്രൂവ്ഡ് എന്നോ അല്ലെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്തിട്ട് ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, നിരസിച്ചേക്കാണ്, ശരിയായിട്ടില്ല. അപ്പൊ ക്ലെയിമിംഗ് പ്രൊസീജിയറിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഡിനൈ ചെയ്തേക്കണേ. മറ്റൊന്നുണ്ട്, ഒരു യെല്ലോ കാർഡാണ് കാണിച്ചേക്കണേ. യെല്ലോ എന്തിനെ സൂചിപ്പിക്കുന്നതാ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ഹാവ് ടു ബി ഇൻവെസ്റ്റിഗേറ്റ് ആയിരിക്കും, ഒന്നുകൂടി ഒന്ന് അന്വേഷണം നടത്താനുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റെസ്പോൺസ് ആയിരിക്കും ബജാജ് അലയൻസ് ഹോസ്പിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്തെങ്കിൽ അപ്രൂവ്ഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിനൈൽ എന്ന് പറയും, അല്ലെങ്കിൽ ക്വറി അന്വേഷിക്കണം എന്ന് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു റെസ്പോൺസ് അപ്പൊ തന്നെ നമ്മുടെ ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽസിലേക്ക് സെൻഡ് ചെയ്യും. അപ്പൊ അപ്രൂവ്ഡ് ആണെങ്കിലും ഡിനൈൽ ആണെങ്കിലും ക്വറി ആണെങ്കിലും പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്രൂവൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ഇനി പറയുന്ന മൂന്നും ഒറ്റടി പറഞ്ഞു പോകും കേട്ടോ. അപ്രൂവൽ ലെറ്റർ ആണ് നമ്മുടെ ബജാജ് അലയൻസ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ആ വാതിക നിർത്തിയേക്കാണ്. കാരണം എന്താ, മറ്റേ രോഗിനെ അഡ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണ്, ഇവിടെ ഇത് ഫാക്സ് ചെയ്ത് വിട്ടിട്ടുള്ളൂ. ബജാജ് അലയൻസ് അപ്രൂവ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് ആണ് എങ്കിൽ അവര് തന്നിരിക്കുന്ന റെസ്പോൺസ് പോസിറ്റീവ് ആണ്, പച്ച സാധനമാണ് തെളിഞ്ഞേക്കണേ. അപ്പൊ എന്ത് പറ്റി? ഞങ്ങള് രോഗിയെ അവിടെ ഹോസ്പിറ്റലിൽ വേഗം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. അവര് ഒരു ഡെപ്പോസിറ്റ് ഒന്നും മേടിക്കല്ല, നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒന്നും പറയില്ല. വേഗം തന്നെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് അങ്ങോട്ട് കൊടുക്കും. ക്യാഷ് ഒന്നും വേണമെന്നൊന്നും പറയുന്നില്ല. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വിൽ ബി പ്രൊവൈഡഡ്. മനസ്സിലായോ? പച്ച തെളിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. പച്ച എന്ന് പറയുന്ന അപ്രൂവ്ഡ് എന്ന് പറയുന്ന സിഗ്നല് വന്നാൽ മാത്രമേ ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ. അതിനുശേഷം ആൾക്ക് വന്നിരിക്കുന്ന നോൺ മെഡിക്കൽ എക്സ്പെൻസസ്, നോൺ മെഡിക്കൽ എന്ന് പറയുന്ന ഈ പറയുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ മരുന്ന് കൊടുക്കുന്നതോ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോ അല്ലാതെ വരുന്ന മറ്റു ചെലവുകളും ഒക്കെ നമ്മുടെ കമ്പനി തന്നെ മീറ്റ് ചെയ്യും. മാത്രമല്ല അതിന്റെ കൂടെ വരുന്ന മറ്റു തര സഹ പേയ്മെന്റുകളൊക്കെ ഉണ്ടാവല്ലോ, കോ പേയ്മെന്റുകൾ, അതൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ഇൻഷുറൻസ് കമ്പനി അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് വിടും. ഓക്കെ, അത് അപ്രൂവ്ഡ് ആണെങ്കിൽ മനസ്സിലായി. ഇഫ് ബജാജ് അലയൻസ് അപ്രൂവ്സ് ദ ക്ലെയിം അപ്രൂവ് ചെയ്യുകയാണെങ്കിലാണ് ഈ നടപടികളെല്ലാം ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് ദ കമ്പനി ഡിനൈൽ നടത്തുകയാണെങ്കിൽ, ഡിനൈ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, സമ്മതിച്ചിട്ടില്ല, അപ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ഡിനൈൽ ലെറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫാക്സ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലേക്ക്. പറ്റൂല, നിൽക്കട്ടെ ഇവിടെ ആൾക്ക് ഞങ്ങൾ ഒരു എന്താ പറയുന്നത് നമ്മളെ എന്താ പറയുന്നത് ഞങ്ങൾ പറയില്ല നിങ്ങൾക്ക് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മളുടെ സമ്മതത്തോടെ തന്നെ നമ്മൾ സമ്മതിച്ചിട്ടില്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ബജാജ് അലയൻസ് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ അവരുടെ ഇൻഷുറൻസിന്. അപ്പൊ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള ഡിനൈൽ ലെറ്റർ എന്ത് ചെയ്യുന്നു? ബജാജ് അലയൻസ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു. അങ്ങനെ ഡിനൈൽ ലെറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ എന്നിട്ട് പറയും, അവരോട് എന്ത് പറയും? അഡ്മിറ്റ് ചെയ്തോ, പക്ഷെ നിങ്ങൾ ക്യാഷ് തരണം. ബിക്കോസ് നമ്മുടെ ഇവിടെ നിന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ ഡിനൈൽ ലെറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാനും അല്ലെങ്കിൽ അവിടുത്തെ പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനി ഒന്നും ഏറ്റെടുക്കില്ല. നിങ്ങൾ തന്നെ പേയ്മെന്റ് നടത്തണം. ഡെപ്പോസിറ്റ് ചിലപ്പോ വലിയ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്തോ, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തോ, നിങ്ങൾ തന്നെ പേയ്മെന്റ് നടത്തണം. ഇനി അവർക്ക് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റീഇംബേഴ്സ്മെന്റ് പറഞ്ഞാൽ പിന്നീട് അവര് എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എവിടെയാണ് ഫോൾട്ട് വന്നിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷണമൊക്കെ നടത്തി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ പേഷ്യന്റിന് റീഇംബേഴ്സ്മെന്റിന് വേണ്ടി അപേക്ഷിക്കാം. അത് പിന്നീടാണ്. അത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ എന്തായാലും പൈസ അടച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ സ്വീകരിച്ച് മാത്രമേ ഡിനയൽ ലെറ്റർ ആണ് ആ കസ്റ്റമർക്ക് കിട്ടുന്നതെങ്കിൽ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അപ്രൂവ്ഡും ഡിനയലും മനസ്സിലായോ? ഡിനൈലാണെങ്കിൽ കസ്റ്റമറുടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ തന്നെ പ്രോപ്പർട്ടിയിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് കാശുണ്ടെന്ന് കൊടുക്കാമെന്ന്. റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാം. അത് വേണമെങ്കിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ അതും വേറെ പ്രൊസീജിയർ ആണ്. അതിപ്പോ ഇവിടെ നടക്കില്ല. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിന്റെ ബില്ല് കൊടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് നേടണം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ക്വറി എന്നാൽ നമ്മുടെ ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ് പ്രൊസീജിയർ നടത്തുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ബജാജ് അലയൻസിന്റെ തന്നിരിക്കുന്നു മാത്രം.
അപ്പൊ ക്വറി ആണെങ്കിലോ that means they have some doubts regarding some statements. ചിലപ്പോൾ ചില ഡൗട്ടുകൾ ഉണ്ടായിരിക്കും, ഡോക്യുമെന്റുകൾ നിരത്തിയതിലോ അല്ലെങ്കിൽ ചില രോഗങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആരോഗ്യർക്ക് പറയുന്നുണ്ടോ? ക്വറി ലെറ്റർ will be sent by Bajaj Alliance to whom? ആർക്കായിരിക്കും? അന്വേഷിക്കണം, ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ ലെറ്റർ ക്വറി മഞ്ഞ കാണിച്ചിട്ട് എന്ത് ചെയ്യും? ബജാജ് അലയൻസ് സെൻഡ് ചെയ്യും. ആർക്ക്? ആരോട് അന്വേഷിക്കണ്ടേ? ഹോസ്പിറ്റലിനോട്. ആ രോഗിയുടെ അവസ്ഥ എന്താണ്, രോഗിക്ക് എന്ത് രോഗമാണ്, ഇത് എപ്പോ തുടങ്ങിയ രോഗമാണ്. ചില രോഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിംഗ് പീരീഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ ആ രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. കാരണം പ്രീവിയസ് എക്സിസ്റ്റിംഗ് ഹെൽത്ത് രോഗങ്ങൾക്കൊന്നും ചില ഇൻഷുറൻസ് കൊടുക്കില്ല, അല്ലെ? അപ്പൊ അങ്ങനെയല്ല, അതിന് വേണ്ടിയിട്ട് ചില അന്വേഷണങ്ങൾ. അപ്പൊ അന്വേഷണത്തിന് വേണ്ടി ഒരു ലെറ്റർ നമ്മുടെ ബജാജ് അലയൻസ് ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? അതിന്റെ മറുപടികളൊക്കെ ഇവരെന്തൊക്കെ കാര്യങ്ങളാണോ ഇവരോട് ചോദിക്കുന്നത്, ഇൻഷുറൻസ് കമ്പനിക്കാര് ബജാജ് അലയൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു അതിനൊക്കെ കൃത്യമായ മറുപടികളൊക്കെ കൊടുക്കും. ഡോക്ടേഴ്സിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കും. ആ മറുപടികൾ എങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ബജാജ് അലയൻസിലേക്ക് ആരോമാർക്ക് പോയിട്ടുണ്ടോ? വലിയ ആരോമാർക്ക് വീണ്ടും. മനസ്സിലായോ? ആ ആരോമാർക്ക് കൂടി ശ്രദ്ധിക്കണട്ടാ. ആ ആരോമാർക്ക് വീണ്ടും എവിടെയൊക്കെ ബജാജ് അലയൻസിലേക്ക്. എന്നുവെച്ചാൽ ഡോക്ടർമാർ കൊടുത്ത മറുപടികളൊക്കെ കേട്ടു മനസ്സിലാക്കി വീണ്ടും ഡോക്യുമെന്റുകളും ക്ലെയിമും ഒന്നുകൂടി പുനഃപരിശോധിക്കും. വീണ്ടും ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാം? വേണമെങ്കിൽ അപ്രൂവൽ കൊടുക്കാം. അന്നത്തെ സാറ്റിസ്ഫൈഡ് അല്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, അപ്പൊ നമ്മള് ഇതിന് കിട്ടില്ല, കിട്ടുമെന്നാണെങ്കിൽ അപ്രൂവൽ എന്ന് പറയാം, കിട്ടുമെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, കിട്ടില്ല എന്നാണെങ്കിൽ ഡിനയൽ ലെറ്റർ വീണ്ടും കൊടുക്കുന്നു. മനസ്സിലായോ? ഇതാണ് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ക്ലെയിമിംഗ് പ്രോസസ് എങ്ങനെ നടത്തുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട്. ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിമുകൾ തന്നെയെന്ന് മനസ്സിലായോ? അതിനാണ് ഒരു പടം വരെ കൊടുത്തിട്ടുണ്ട്. ബിൽഡിങ്, ഹോസ്പിറ്റലിന്റെ പടം, കസ്റ്റമറിന്റെ പടം, അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നല്ല മനോഹരമായിട്ട് മനസ്സിലാകുന്നതാണ് ഈ ഫ്ലോ ചാർട്ട്. അതുകൊണ്ട് തന്നെ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫ്ലോ ചാർട്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്രൂവൽ ഏതൊക്കെയാണ്? 3 എന്താ പറയാ റെസ്പോൺസ്. ബജാജ് അലയൻസ് ഏത് രീതിയിലൊക്കെ റെസ്പോണ്ട് ചെയ്യാം? അപ്രൂവൽ കൊടുക്കാം, ഡിനയൽ കൊടുക്കാം, ക്വറി കൊടുക്കാം. ഇനി ക്വറി ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാം. സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞേ സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അതെ, ഒന്ന് കുറച്ച് ഊർജത്തോടെ നിൽക്കണേ. അയ്യോ ഓക്കെ. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറിന്റെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ കുറച്ച് ഞാൻ മാർക്ക് ചെയ്യാൻ പറയും, അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഫുള്ളൊന്നും പഠിക്കണ്ട. ഒന്നാമത്തേത് റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിങ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അതിലൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക. ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ. പിന്നെ അതിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ട്രെയിനിങ് ഒക്കെ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫ്സിനെ എല്ലാം കൊടുക്കുക. കാരണം എന്താ? ചിലപ്പോൾ ഹോസ്പിറ്റൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കേ എന്നിട്ടാണ് നമുക്കിപ്പോ അവര് ഡിനൈൽ ചെയ്തല്ലോ, നമ്മുടെ വലിയ ഹോസ്പിറ്റലിലേക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാശൊന്നും ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ കാശ് കൊടുക്കണം. ഇനി പിന്നീട് റീഇംബേഴ്സ്മെന്റ് വീണ്ടും ഒന്നും കൂടി ക്ലെയിമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. വീണ്ടും എന്തുകൊണ്ട് അങ്ങനെ വന്നു, നമുക്ക് ആ ഒരു ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടിയില്ല, അപ്പൊ നമ്മൾ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് വീണ്ടും അപേക്ഷിക്കുക. രണ്ടാമത് ഇതേ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ വീണ്ടും നടത്തുക ക്ലെയിമിന് വേണ്ടി. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ എക്സിക്യൂട്ടീവ് മാനേജർ, ഇൻഷുറൻസിന്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറോ ഇവര് ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യണം, അതിന്റെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്റ്റാഫുകൾക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുക. ചില ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് എന്തൊക്കെയാ ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല. ഇൻഷുറൻസിന് കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെ പോകണം, ഏത് ഡെസ്കിലേക്ക് ചെല്ലണം എന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോ അവരെയൊക്കെ നോക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സർവീസസ് ഒക്കെ ശരിയായി ചെയ്തു കൊടുക്കാനും ഒക്കെ അവിടെ കുറച്ച് സ്റ്റാഫിനെയൊക്കെ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ആണ്. എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പൊ ഉണ്ട് അത്, ഇല്ലേ? നിങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ പോകാറുണ്ടല്ലേ? ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വേഗം നേടുന്നതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മെഡിക്കൽ സർവീസസ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ സർവീസസ്, അതുപോലെ പേഷ്യൻസ്, കസ്റ്റമേഴ്സ് ഒക്കെ, ഹോസ്പിറ്റലിന്റെ കസ്റ്റമേഴ്സ്, അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്ത് കൊടുക്കുക. ക്ലെയിം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ പേഷ്യൻസ് ക്ലെയിം ചെയ്യുമ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കൃത്യമായും ചെയ്തു കൊടുക്കുക. ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. എപ്പോഴും ഒരു കൊളാബറേഷൻ ഉണ്ടായിരിക്കും ആരുമായിട്ട്?
ഇൻഷുറൻസ് കമ്പനിയുമായിട്ട്. ആർക്ക്? ഹോസ്പിറ്റൽസിലെ എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സിന്. മനസ്സിലായോ? ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് എപ്പോഴും ഒരു കൊളാബ്, ഒരു എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ. പിന്നെ മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പരമാവധി വരുന്ന പേഷ്യൻസിന് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ തൃപ്തമാകുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. മനസ്സിലായോ? ഇപ്പൊ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അവരെ കുറെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാതെ എളുപ്പം അതിന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഇൻഷുറൻസ് കമ്പനിയിൽ പെട്ടെന്ന് ക്ലെയിം കിട്ടുകയും അവരുടെ ഡീലിങ്സ് ഒക്കെ വേഗം നടത്തി ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്താലേ അത് നടക്കുള്ളൂ. ഓപ്പറേഷൻ ഉണ്ട്, പൈസ കെട്ടിയില്ലാതെ ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാർക്ക് കയ്യും കാലും അനക്കില്ല, അല്ലെ? അപ്പൊ പൈസ കെട്ടി വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ അത് ഇൻഷുറൻസ് കമ്പനി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് പൈസ ഇങ്ങോട്ട് വരണം ഒഴുകി. അത് വരണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും കാര്യം കൊടുക്കില്ല. അതിന്റെ എല്ലാ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും പ്രോസസ്സിംഗ് ഒക്കെ ക്ലിയർ ആയിരിക്കാം. ആ വഴിയിൽ ഒരു തടസ്സമില്ലാന്ന് ക്ലിയർ ആയതാൽ മാത്രമേ അവിടെ നിന്ന് കൊടുക്കുള്ളൂ പൈസ. അപ്പൊ അതൊക്കെ വല്ലവരെയും കരുതിയിരിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ അത് ക്ലിയർ ആകണമെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആക്കണം. എൻഹാൻസ് ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് വളർത്തുക എന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ എഗെയിൻ പേഷ്യൻസിന് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ വേഗം നടത്തി തരും കേട്ടോ ആ ഹോസ്പിറ്റലില്. ചില ഹോസ്പിറ്റൽസിൽ ഭയങ്കര പാടായിരുന്നു, നമ്മൾ 100 പ്രാവശ്യം ഓടിച്ചു, ആ പേപ്പറില്ല ഈ പേപ്പറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോ ഹോസ്പിറ്റലിന്റെ ഇമേജിനാണ് അത് ഇമ്പോർട്ടന്റ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നേടി കൊടുക്കുമ്പോൾ ഒബിയസ്ലി എക്സിക്യൂട്ടീവ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ എന്ത് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഇമേജ് ആണ് അവിടെ ഇൻക്രീസ് ആകുക. അതുപോലെ തന്നെ റിവ്യൂ ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ അക്യുറസി അക്കോർഡിംഗ് ടു എഗ്രിമെന്റ്. ആ പോളിസിയുടെ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ റിവ്യൂ ചെയ്യുക. ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ റിവ്യൂ ചെയ്യുക. എഗ്രിമെന്റ് പ്രകാരമൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഇഫ് ദർ ഈസ് എനി ക്രിട്ടിക്കൽ ഇഷ്യൂസ്, നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഗൗരവമായ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ. സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. എല്ലാ മാസവും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുക. അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് മീറ്റിംഗ്. എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിനകത്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഡ്യൂട്ടി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറിന്റേതാണ്. ഇൻഷുറൻസ് മാനേജർ അല്ലെങ്കിൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ആണ്. ഇനി ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്. ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വീക്കിലി, ആഴ്ചയിലും വീക്കിലെങ്കിലും ഒരു മീറ്റിംഗ് ഇൻഷുറൻസിന്റേതുമായി ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്യണം. ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ ആണ് എന്ത് ചെയ്യേണ്ടത്? അത്തരം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻസ്. ഏതെങ്കിലും ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകൾ ഉണ്ട്, അതുപോലെ ഏതെങ്കിലും ഇൻഷുറൻസ് റിജക്ട് ചെയ്തു പോയി, അത് എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നേ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, നോക്കി നടക്കുക. പിന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീം. പുതിയ ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക, അല്ലെ? പുതിയതുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസുകൾ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പുള്ളിക്കാരനും അപ്ഡേറ്റഡ് ആകണം. കാരണം അതിന്റെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, എന്നാലല്ലേ പേഷ്യൻസ് ചിലപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ദർ ഷുഡ് ബി സം റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ്. ആവശ്യത്തിന് ട്രെയിനിങ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക്, അതായത് ഏതൊക്കെ ആളുകളാണോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എന്തിന്റെ? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത് ഏറ്റെടുക്കുക. ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ ഇൻഷുറൻസുമായി വരികയാണെങ്കിൽ അതും ഏറ്റെടുക്കുക എന്നുള്ളത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കുറച്ചൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഒന്നാമത്തേത് ഇതാണ്, പ്രോസസിംഗ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്. പ്രോസസിംഗ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്, മൂന്നാമത്തെ പോയിന്റ്. അടുത്തത് ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അഞ്ചാമത്തെ പോയിന്റ്. അടുത്തത് കൂടി ഇല്ല, ആറാമത്തെ. ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക. To enhance the image of hospital. അടുത്തത് to submit monthly reports. To submit monthly reports. Submit monthly reports. Next one, to conduct departmental meetings weekly. To conduct departmental meetings weekly. അടുത്തത്
ലാസ്റ്റിന് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. ടു പ്രൊവൈഡ് ട്രെയിനിങ്, റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. നമ്മളുടെ ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. 6th പോയിന്റ് ഏതാ? 5, 6. 5, 6 പറഞ്ഞു. മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനും ഉണ്ട്, എൻഹാൻസ് ഇമേജ് ഓഫ് ഹോസ്പിറ്റലും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളുടെ ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടത് തന്നെ കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്കത് പഠിക്കാനും ആ ചാപ്റ്റർ. കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ്, കുറച്ച് വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഷുറൻസിനകത്തുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസിന്റെ വിഭാഗത്തിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോ ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് എന്താ പറയാ അപ്പോയിന്റ്മെന്റുകൾ കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ മാനേജ് ചെയ്യണം അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇൻഷുറൻസിന്റെ ക്ലെയിമുകൾ നടത്തുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു എക്സാമ്പിൾ, ബജാജ് അലയൻസിന്റെ ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഈ ബജാജ് അലയൻസിന്റെ മാത്രം ഒരു പ്രോസസ്സിംഗ് ആണ് നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നേക്കണേ. അതുപോലെ ഓരോ കമ്പനിക്കും ഓരോ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനും അവരുടേതായ ആ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാത്തിന്റെയും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഓൾമോസ്റ്റ് മിക്കവാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരുടെയും പോർഷൻസ് അപ്പൊ ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ വീട്ടിലിരുന്നൊക്കെ നന്നായിട്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ പരീക്ഷകളൊക്കെ നന്നായിട്ടൊക്കെ ഒരുങ്ങുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. മോഡലും അതുപോലെ തന്നെ ശരിക്കുള്ള മെയിൻ എക്സാംസും ഒക്കെ ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട്. നിങ്ങൾ വലിയ എന്താ പറയാ പേടിക്കാതെ ഇതാകാതെ ഒക്കെ എന്ത് ചെയ്യാം, പതുക്കിയിരുന്ന് സാവധാനമൊക്കെ ഇരുന്ന് പഠിച്ച് എല്ലാ ഇതൊക്കെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പേര് ലേറ്റ് ആയിട്ട് കയറി പറഞ്ഞതുപോലെ ഇനി സോളി മിസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ ഒരു 1.5 pages ആണ് ഇനി ബാക്കി റിമൈനിങ് ഉള്ളത്. അതിപ്പോ ടീച്ചർ ഞാനിവിടെ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ ടീച്ചർ അത് എടുക്കും. പിന്നെ ഒരു ദിവസം ഞാൻ വീണ്ടും പറഞ്ഞു, അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ല, ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് ഒരു ക്ലാസ് എടുത്തത്. ഇവിടെ റെക്കോർഡിൽ വന്നിട്ടില്ല. അപ്പൊ റെക്കോർഡ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ആ ക്ലാസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. റെഗുലർ ആയിട്ട് ലൈവിൽ കയറുന്നവർക്ക് ഒക്കെ നിങ്ങൾ കണ്ടതാണ് കേട്ടതാണ്, പ്രശ്നമില്ല. അപ്പൊ മറ്റേ ആ ക്ലാസ്സിന്റെ ബാക്കി കൂടി ടീച്ചർ എടുക്കും. അത് ചിലപ്പോൾ ഇന്ന് എടുക്കും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും എടുക്കാം. നാളെ സോളി മിസ്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ, ഈ ആഴ്ചയിൽ തീർക്കുള്ളൂ നമ്മള്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ പറ്റുന്നവരൊന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ ആ ക്ലാസ് കൂടി അവിടെ എടുക്കുന്നതാണല്ലോ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് വേഗം നമ്മൾ വായിച്ചു നോക്കിയെന്ന് എടുത്ത പോർഷൻസ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് എന്നോട് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോൾ നിർത്താം. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ.
ഓക്കെ, വായിച്ചോ നിങ്ങള്? സംശയമൊന്നുമില്ല? സംശയമില്ല? മോഡൽ എക്സാം ഒക്കെ നല്ലതായിരുന്നോ? മോഡൽ എക്സാം ഒക്കെ നല്ലതായിരുന്നു. നല്ല മാർക്കൊക്കെ കിട്ടി എല്ലാവർക്കും? ഒന്ന് പറഞ്ഞേ. സൗണ്ട് ഓൺ ആക്കട്ടെ. എല്ലാവർക്കും എളുപ്പമായിരുന്നു? എല്ലാ ഫുള്ള് മാർക്ക് കിട്ടിയോ? നിങ്ങൾക്ക് അറിയില്ല അല്ലെ? മാർക്ക് റിസൾട്ട് വരുമ്പോഴേ അറിയുള്ളൂ. എല്ലാവരും നന്നായി ചെയ്തെന്ന് ഉറപ്പുണ്ടോ? എല്ലാവരും ചെയ്തെന്ന് ഉറപ്പുണ്ടോ? നന്നായിട്ട് ആൻസേഴ്സ് ഒക്കെ അതേപോലെ തന്നെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കി. മെയിൻ എക്സാം എല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ ഇപ്പൊ വരും. ഇപ്പൊ ടൈം ടേബിള് നാളെ കൂടി ഉണ്ടല്ലോ ക്ലാസ്. മിക്കവാറും നാളെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും. സ്റ്റഡി ലീവ് എത്ര ദിവസമാണെന്നും അതുപോലെ തന്നെ എക്സാംസിന്റെ ഒക്കെ ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആകുക. ഓക്കെ, അപ്പൊ ഇനി ചാപ്റ്റേഴ്സ് ഒന്നും മിസ്സിംഗ് ഒന്നും ഇല്ലാലോ? എല്ലാ ചാപ്റ്റേഴ്സും എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? പിന്നീട് ഒന്നും പറയരുത്, അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കരുത്. എല്ലാ ചാപ്റ്റേഴ്സും മാത്രമല്ല, ഒരു ചാപ്റ്ററിലെയും ഒരു പേജ് പോലും നമ്മൾ മിസ്സാകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് എടുത്ത് തരണം എന്ന് തന്നെയാണ്. എന്റെ ചാപ്റ്റർ പകുതി ചിലപ്പോ എന്റെ മാത്രം ക്ലാസ് വേണ്ടി കിട്ടിയെങ്കിൽ എനിക്ക് തീർക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ് കൂടി എടുത്ത് നമ്മളത് തീർത്ത് തന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇടയ്ക്ക് ഇപ്പൊ 1-2 ദിവസമൊക്കെ ഇവിടെ കോൺവെക്കേഷൻ ഒക്കെ ആയിട്ട് കുറച്ച് ക്ലാസ് പോയി. അതും ഇതൊക്കെ ആയിട്ട് മൺഡേസിൽ മാത്രമേ ക്ലാസ് ഉള്ളൂല. ബാക്കി ടീച്ചേഴ്സിന് എന്ന് വെച്ചാൽ വേറെ ക്ലാസ്സുകൾ ഉണ്ട്. അവർക്ക് ആഴ്ചയിൽ വേറെ ക്ലാസ് വരും. മൺഡേ ഒരു ക്ലാസ് പോയി പിന്നെ ഒരാഴ്ച നമ്മൾ കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ആണ് എന്റെ 2-3 ക്ലാസ് എനിക്ക് വേറെ ക്ലാസ്സുകൾ വാങ്ങിച്ചെടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എന്റെ ക്ലാസ് കൊണ്ട് തന്നെ തീർക്കാമായിരുന്നു. എന്തായാലും എടുത്തു. റിവിഷൻ നമുക്ക് ആവശ്യമില്ല ഇതിന്റെ, കാരണം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിവൈസ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓൾറെഡി നമുക്കറിയാം 52 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 52 ചാപ്റ്റേഴ്സ് ഇനി റിവിഷൻ നടത്തിക്കൊണ്ടിരുന്ന അതിപ്പെങ്ങുന്നില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതങ്ങനെ പിടിച്ച് ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊന്നും ഇത്രയും ഓരോ ടീച്ചേഴ്സ് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഫുള്ളും റിവിഷൻ നടത്തില്ല. ഒരു മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ പഠിച്ചോ, കുഴപ്പമില്ല. വളരെ നല്ല രീതിയിലുള്ള ഇതൊക്കെ ചെയ്തവരും ഉണ്ട് ഇതിനകത്ത്. അറിയാം, ചിലപ്പോ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾ എന്തൊക്കെ ആൻസറാ ചെയ്തേ. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ ഒക്കെ കറക്റ്റ് ആണോ എന്ന്. നിങ്ങൾക്ക് തന്നെ മാർക്ക് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം സ്വന്തമായിട്ട്. നിങ്ങൾ ചെയ്ത ഒരു ഇതറിയാലോ. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ആൻസർ ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് മാർക്ക് വല്ലതും പോയിട്ടുണ്ടോ, അല്ല ഫുൾ മാർക്ക് കിട്ടിയോന്ന്. അപ്പൊ തന്നെ ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കുകയും. മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് വായിച്ചു നോക്കുക നിങ്ങള്. അതുപോലെ തന്നെ നേരത്തെ നടത്തിയേക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നേരത്തെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് റിസൾട്ട് ഒക്കെ അത് കഴിയുമ്പോഴായിരിക്കും വരിക. ഇതിന്റെ റിസൾട്ടോ അധികം താമസിയാതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇപ്പൊ നടത്തിയ മോഡൽ എക്സാമിന്റെ അന്ന് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞപ്പോ എപ്പോഴാണ് റിസൾട്ട് തന്നെ? അത് വന്നായിരുന്നോ? ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളുകളുടെ പരീക്ഷകൾ നടത്തിയില്ലേ? പകുതിയായപ്പോ 1-2 മൊഡ്യൂൾ പരീക്ഷ നടത്തിയില്ലേ? നടത്തിയില്ലേ? നടത്തി മാം. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് ഇട്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് ഇടും. ഐ തിങ്ക് നിങ്ങളുടെ ഈ പരീക്ഷ ഇനിയുള്ള പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് ഒക്കെ വരും. അപ്പൊ നന്നായിട്ടൊക്കെ നല്ല കുട്ടികളായിട്ട് എല്ലാവരും നല്ലോണം ഇത് പഠിച്ച് നല്ല എന്താ പറയാ എക്സാംസ് ഒക്കെ നന്നായി കൊടുത്ത് എന്ത് ചെയ്യാ, നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കുക. നമുക്ക് കാണണ്ടേ? വേണം മാം. മാം ഇതിലൊരു ഉണ്ട് മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇൻഷുറൻസില് ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെയല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? ഏതാണ്? ഇൻഷുറൻസില് ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ് പറഞ്ഞത്? 2 പാർട്ടീസ് ടു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട 2 പാർട്ടീസ് അല്ലേ? പാർട്ടീസ്. അപ്പൊ ഇൻഷുററും ഇൻഷുർഡും വരില്ലേ? വരും. ഇൻഷുററും വരും. അങ്ങനെ തന്നെയല്ലേ കൊടുത്തിരുന്നേ?
അതെ, ആൻസർ ആൻഡ് ബി ആണ് കൊടുത്തത്. ഒരു ഡൗട്ട്. അത് നമ്മള് ക്ലാസ്സിൽ ഇങ്ങനെ അവര് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണ് ഇൻഷുറർ ആരാണ് ഒരു ടോപ്പിക്കില്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസിലും നമുക്ക് 2 പാർട്ടീസ് ആണ് ഉള്ളത്, ഒരു ഇൻഷുർഡ് ഒരു ഇൻഷുറർ. അത് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ടെക്സ്റ്റിൽ നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ എഴുതി വെച്ചിട്ടില്ല അങ്ങനെ അല്ലെ? ചില കാര്യം നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറയുന്നത് എന്താ, അല്ലാതെങ്കിലും നമുക്കറിയാലോ അവര് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ആളുകളുടെ പേരാണ് പറഞ്ഞത് ടേംസ് പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു 2 പാർട്ടീസ് ഉണ്ട് നമ്മുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു. പിന്നെ കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻസിലും അല്ലെ? ഏതായിരുന്നു പിന്നെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്? ഇൻഷുറർ, ഇൻഷുർഡ്, ബോത്ത് എ ആൻഡ് ബി അങ്ങനെയായിരുന്നു. പിന്നെ രണ്ടാമത്തെ അപ്പൊ പിന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാ നമ്മൾ പഠിച്ചിട്ടുള്ളതില്? എ ആൻഡ് ബി അല്ലേ? അങ്ങനെ കൊടുത്തത്. പിന്നെ ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോ അങ്ങനെ ഒരു സെന്റൻസ് ഇല്ല. സെന്റൻസ് ആയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നല്ല ആൻസർ ചൂസ് ചെയ്തതിന് നല്ല എന്താ പറയാ കൺഗ്രാജുലേഷൻസ്. അത് അങ്ങനെ കുറച്ച് അങ്ങനെ മനസ്സിലാക്കണം അല്ലേ? എപ്പോഴും സെന്റൻസ് മാത്രം വെച്ച് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യും എന്ന് വിചാരിച്ച് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. മോഡലല്ലേ? മോഡൽ നമ്മൾ ഇടുമ്പോ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ചതിന് എന്താ പറയാ അങ്ങനെ കൂടി ഒരു ഗുണം കൂടി വേണ്ടേ? കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടാ ചെയ്തേക്കണേ. ഓക്കെ, അതുകൂടി വേണം, അതിനുകൂടി വേണ്ടിയിട്ടാണ്. യെസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചില ചാപ്റ്റേഴ്സ് ലെങ്തി ആണെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും. കൂടുതൽ വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലും പ്രൊപ്പോർഷനേറ്റ്ലി എല്ലാം ഒരേപോലെ ആയിരിക്കും. അങ്ങനെയാണ്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടേക്കണം മെയിനൊക്കെ. ഓക്കെ, ആ രീതിയിലാണ് മോഡൽ നമ്മളിവിടെ സെറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടികളായിട്ട് നമുക്ക് കോൺവെക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ കാണാം. എല്ലാവരെയും കാണണം, സൗണ്ടുകളൊക്കെ കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് അതുവരേക്കും നിങ്ങൾ നല്ലവരായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു പരീക്ഷ നിങ്ങൾ എല്ലാവരും എഴുതി നല്ല നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല കുട്ടികളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, ലവ് യു ആൾ. നമുക്ക് കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ma'am. Thank you.